നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വളരെ അധികം സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ അതല്ലെങ്കിൽ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാലോ അതിനൊക്കെ വർഗീയത ചാർത്തി കൊടുത്തുകൊണ്ട് 153A പ്രകാരമുള്ള കേസെടുക്കുക എന്നുള്ളത് ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു സ്ഥിരം കൊണ്ടുവരുന്ന ഒരു കാഴ്ച തന്നെയാണ്. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, വൈത്തിരി എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഈ പറയുന്ന ഒരു സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ ഒരു SFIക്കാർ നരാധമ വർഗം, നരഭോജി വർഗം അടിച്ചും ചവിട്ടിയും ഒരിറ്റ് വെള്ളം പോലും കൊടുക്കാതെ കൊന്ന ആ വാർത്ത നമ്മൾക്കറിയാം. അത്തരത്തിൽ ആ പൈതലിനെ കൊന്ന വിഷയം ചെയ്തതിന്റെ പേരിൽ എനിക്കും ജാമിദ ടീച്ചർക്കുമെതിരെ 153A പ്രകാരം കേസെടുത്ത പോലീസാണ്, നമ്മുടെ സർക്കാരാണ് ഇവിടെയുള്ളത്. അതിൽ തന്നെ ജാമിദ ടീച്ചർ 36 സെക്കൻഡ് പറയുന്ന ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്താണ് ഇവർ കേസെടുത്തത്. അത് കേട്ടിരുന്നു എന്നുള്ളതിന്റെ പേരിൽ എന്നെ പ്രതിയാക്കി എന്നുള്ളതാണ് ഏറ്റവും ചിരിക്കുന്ന രസകരമായിട്ടുള്ള കോമഡി എന്നുള്ളത്. എന്നാലും നമ്മൾ ആ കേസിൽ നോട്ട് ടു അറസ്റ്റ് വാങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ നിയമ നടപടി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയാൻ കാരണം എന്തെന്നറിയാമോ? നമ്മൾക്കറിയാം, അവിലും മലനും കുന്തിരിക്കും കരുതി വെച്ചോ, ഞങ്ങൾ ഇതാ വരുന്ന നിന്റെയൊക്കെ കാലന്മാർ എന്ന് വിളിച്ചു പറഞ്ഞ ഒരു കുട്ടി പിശാചിനെ കൊണ്ട്, ഒരു കുട്ടി മുസ്ലിം ഭീകരനെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച പോപ്പുലർ ഫ്രണ്ടുകാരുടെ മതവർഗീയത നമ്മൾക്കറിയാം. ആ കുട്ടിയോടും ആ കുട്ടിയെ കൊണ്ട് വിളിപ്പിച്ച ആ സംഘടനയോടും ആ കുട്ടിയുടെ ബാപ്പയായിട്ടുള്ള ഭീകരനോടും ഒക്കെ പോലീസ് കാണിച്ചിട്ടുള്ള മൃദു സമീപനം എന്തായിരുന്നു ഇവിടെ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ നമ്മുടെ മോദി സർക്കാർ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഭീകര സംഘടനയെ നിരോധിക്കുന്നു. അതിന്റെ നേതാക്കളായിട്ടുള്ള സകല ഭീകരന്മാരും ഇന്ന് തീഹാർ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുന്നു. അതിൽ മെയിൻ ഒരു ഭീകരന്റെ തിരുമൂലമൊക്കെ വേറെ വല്ലതുമൊക്കെ ആയി എന്നൊക്കെ പറയുന്നു. ഏതോ ഒരു സിഖുകാരൻ ക്രിമിനൽ പിൻഭാഗത്തുകൂടെ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. നമ്മുടെ 2047 ഇവിടുത്തെ ഭാരത പ്രധാനമന്ത്രിയാവാനിരുന്ന ഞമ്മന്റെ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ കാക്കായിയുടെ അവസ്ഥയൊക്കെ വളരെ, ഇതൊക്കെ പറയാൻ കാരണം എന്തെന്നറിയാമോ? ഞാനൊരു ഓഡിയോ നിങ്ങൾക്കൂടെ കേൾപ്പിച്ചു തരാം. അതിന്റെ വീഡിയോ അത് പങ്കുവെച്ചിരിക്കുന്നത് ഒരു വീഡിയോയ്ക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇയാളൊരു ലോഹയാണോ എന്ന് ചോദിച്ചാൽ ലോഹയല്ല. അതുകൊണ്ട് തന്നെ ഇയാളെ പാതിരി അതല്ലെങ്കിൽ ഒരു ഫാദർ, ക്രിസ്ത്യൻ ഫാദർ ആണ് എന്ന് നമുക്ക് പറയാൻ ഉറപ്പില്ല. കാരണം ഇത് എസെൻസ് എന്ന് പറയുന്ന ഒരു സംഘടന സംഘടിപ്പിച്ച പരിപാടിയിൽ നടത്തിയ ഒരു പ്രസംഗമാണ് ഈ വിദ്വാൻ നടത്തിയ പ്രസംഗം ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. അതൊന്ന് കേൾപ്പിച്ചു തരാം. ഞാനിവിടെ ഒന്ന് കേട്ടിട്ട് വേഗം നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഭീമൻ ചെന്നിട്ട് ദുര്യോധനന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം തരണം എന്ന് പറഞ്ഞു. ദുര്യോധനൻ പറഞ്ഞു, നിനക്കോ സ്ഥലമോ ഓടാന്ന് പറഞ്ഞു. അപ്പൊ ഭീമന് പെട്ടെന്ന് ദേഷ്യം വരും. ഭീമൻ അവിടെ കിടന്ന ഒരു വിറവുള്ളി എടുത്ത് ദുര്യോധനെ അടിക്കാനായിട്ട് ഓടിച്ചെന്നു. ഭീമൻ ഇങ്ങനെ അവനുമായിട്ട് അടി ഉണ്ടാക്കുമ്പോൾ അഭിമന്യു ഇത് കണ്ടിച്ച് തന്റെ വല്യച്ഛനെ അടിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഇവന് ദേഷ്യം വന്നു. ഇവൻ ഭീഷ്മർക്ക് നേരെ കല്ല് പെറുക്കി എറിഞ്ഞു. കൃപാചാര്യ വന്നിച്ച് പറഞ്ഞു, ഈ വല്യപ്പൻ കാരണവരെയാണോടാ നീ കല്ല് പെറുക്കി എറിയുന്നതെന്ന് ചോദിച്ചു. പിടിച്ചിട്ട് 2 അടിയും വെച്ചെടുത്തു. ഇവന് 10-12 വയസ്സേ ഉള്ളൂ അഭിമന്യുവിന്. അത് കണ്ടപ്പോഴത്തേക്കും ഈ 12 വയസ്സേ ഉള്ളെങ്കിലും അവൻ അളിയനുണ്ട്, ഉത്തരൻ. ഈ ഉത്തരനാണെങ്കിൽ ഇങ്ങോട്ടൊന്നും വന്നതല്ല, അവന്റെ പശു കഴിഞ്ഞു പോയതിനെ അന്വേഷിച്ച് വന്നതാണ്. അപ്പോഴാണ് അളിയനെ പിടിച്ചിട്ട് അടിക്കുന്നു. അപ്പൊ ഇവൻ ചെന്നിട്ട് ഇവനും കൂടെ കൂടി അടിക്കാൻ കൂടി. അവർ കൂട്ടത്തല്ലാകുന്നതിനിടയ്ക്ക് എവിടെയോ പറ്റിട്ട് ഈ ഉത്തരൻ മരിച്ചുപോയി. ഇപ്പൊ ഇത് അറിഞ്ഞപ്പോഴത്തേക്ക് അർജുനൻ പറഞ്ഞു, വേണ്ട, നമുക്ക് ഈ പരിപാടിക്കൊന്നും പോകണ്ട, വേറെ ഏതെങ്കിലും പണിക്ക് പോയി ജീവിക്കാം എന്ന് പറഞ്ഞു. അപ്പം ശ്രീകൃഷ്ണൻ നോക്കൂ, ഇനി ശ്രീകൃഷ്ണന്റെ ഭാഗം പറയുകയാണ്. അത് നിങ്ങൾക്ക് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു ഭാഗമാണ്. നല്ല പച്ചത്തെറി വിളിച്ചു. ശ്രീകൃഷ്ണൻ അന്നേരം വിളിച്ച പച്ചത്തെറിയുടെ സംസ്കൃതത്തിലെ പേരാണ് ഭഗവത്ഗീത. മനസ്സിലായോ? ഇത് കേട്ട് ചിരിക്കുന്ന കുറെ ആളുകളെ കണ്ടില്ലേ? ഇവന്റെ മട്ടും ഭാവവും കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു പെന്തിക്കോസ് പാസ്റ്റർ ആവാനാണ് സാധ്യത. ഈ പെന്തിക്കോസ് പാസ്റ്റർകാർക്ക് കൃത്യമായിട്ടും ഹൈന്ദവതയോടും അതല്ലെങ്കിൽ ഭാരത സംസ്കാരത്തോടും, എന്തിനേറെ നരേന്ദ്രമോദിജി എന്ന് പറയുന്ന നമ്മുടെ ഭരണാധിപനോടും RSSനോടും BJPയോടും എല്ലാ സംഘടനകളോടും ഇവന്റെയൊക്കെ ആ ഒരു സ്പർദ്ധയുണ്ടല്ലോ, ആ ഒരു വർഗീയത കൃത്യമായിട്ട് എനിക്ക് നേരിട്ട് അറിയാം. കാരണം എന്റെ ഒരു അടുത്ത ലേഡി സുഹൃത്തുണ്ട്. അവർ ഈ പെന്തിക്കോസ് പള്ളിയിലായിരുന്നു പോയിരുന്നത്. അവർ കൃത്യമായിട്ടും ഇവർ RSSനെതിരെയും മോദിജിക്കെതിരെയും BJPക്കെതിരെയും നമ്മുടെ ഭാരതത്തിനെതിരെയും ഒക്കെ പച്ചയ്ക്ക് പറയുന്ന കാര്യങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചത് കൊണ്ട് അവർക്ക് ഈ പെന്തിക്കോസ് പള്ളിയിൽ നിന്ന് വിലക്ക് വരെ നേരിട്ടിരുന്നു. അവസാനം അവർ കോടതിയെ സമീപിച്ച ആ വിലക്ക് നേരിട്ട് കൊണ്ട് തന്നെ അവർ പള്ളിയിലേക്ക് പ്രവേശിച്ച ഒരു ധീര സഹോദരി, ആ സഹോദരി പറഞ്ഞതിൽ നിന്ന് എനിക്ക് കൃത്യമായിട്ടും അറിയാം. അതുകൊണ്ട് തന്നെ ഇവന്റെ ആ മുഖഭാവം ഒരു കുരങ്ങനെ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഹനുമാൻ സ്വാമിയെ അപമാനിച്ചതിന് തുല്യവും. എല്ലാ മൃഗങ്ങൾക്കും അതിൻ്റെതായുള്ള പ്രാധാന്യം ഉണ്ടെന്നറിയാം. മാത്രമല്ല, മനുഷ്യനേക്കാളും എത്രയോ നന്മയൂർന്ന ആളുകൾ തന്നെയാണ് മൃഗങ്ങൾ എന്നുള്ളതും അറിയാം. അതുകൊണ്ട് ഒരു മൃഗത്തെ പോലും ഇവനോട് ഉപമിക്കാനാവില്ല. ഇവൻ ഈ ചെയ്ത വീഡിയോയ്ക്ക് അടിയിൽ വന്നൊരു കമന്റ് ഞാൻ ഇവിടെ പറയുന്നതുണ്ട്. ഞാൻ പറഞ്ഞതല്ലട്ട് ഒരു കമന്റ് വന്നതാണ്. ഏതോ തെരുവ് വേശ്യയ്ക്ക് പട്ടിയിൽ പിറന്ന ശുക്ലത്തെ, ഈ പറയുന്ന തെരുവ് നായയുടെ നിലത്ത് കിടന്ന ശുക്ലം വാരിപ്പൊത്തി ഉണ്ടായവൻ എന്നൊക്കെയാണ് ഇവനെ പലരും കമന്റ് ഇടുന്നത്. ഇവൻ അതിലും കൂടുതൽ അർഹിക്കുന്നവനാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് നമ്മൾക്കറിയാം ക്രൈസ്തവർ എത്രത്തോളമാണ് BJPയോടായാലും നമ്മുടെ ഭാരതത്തോടും സംസ്കാരത്തോടും
എത്രത്തോളം തനതായ നമ്മുടെ ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ അവർ കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് ഒരു വെള്ളയണിഞ്ഞ ലോഹ പോലെയുള്ള വസ്ത്രമണിഞ്ഞ ഈ പറയുന്ന പെന്തിക്കോസുകാരൻ പാസ്റ്ററെ പോലുള്ള ഈ ഡാഷിന്റെ മോൻ, അവനെ ഞാൻ അങ്ങനെയാ വിളിക്കുന്നത്, നിങ്ങൾ എന്താണ് എന്താ വെച്ചാൽ പൂരിപ്പിക്കാൻ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആരും കുറ്റം പറയണ്ട. ഈ ഡാഷ് മോൻ പറഞ്ഞത് എന്താണ്? ഇവൻ ആസ്പദമാക്കിയത് മഹാഭാരത കഥയെ ആസ്പദമാക്കി ദുര്യോധനനും ഭീമനും അർജുനനും ഇവരും തമ്മിലുള്ള ഒരു കൊടുമ്പിരി കൊണ്ട് തല്ലാക്കി മാറ്റി ഇവൻ അത് പറയുന്നു. മാത്രമല്ല ശ്രീകൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പച്ചത്തെറി വിളിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിളിച്ച പച്ചത്തെറിയുടെ സംസ്കൃതത്തിൽ വിളിക്കുന്ന പേരാണ് ഭഗവത്ഗീത എന്നുള്ളത്. നോക്കൂ, ഇന്ന് ഇസ്ലാമിക സുഡാപ്പികൾ പോലും ഈ ഭഗവത്ഗീതയ്ക്കെതിരെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഈ ഭഗവത്ഗീത എന്താണ് എന്നുള്ളത് സൗദി അറേബ്യക്ക് അറിയാം. എന്തുകൊണ്ടാണ് സൗദി അറേബ്യ എടുത്തു പറയുന്നതെന്ന് അറിയാമോ? ഈ സൗദി അറേബ്യയിലെ കുട്ടികളുടെ പാഠ്യവിഷയത്തിൽ ഓരോ ഭാരതീയനും അഭിമാനം തുളുമ്പുന്ന രീതിയിൽ തന്നെ ഭഗവത്ഗീത പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ടും വന്നിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾക്കറിയാം. അത്തരത്തിൽ ഇവിടുത്തെ ഈ മ്ലേച്ഛന്മാർ എത്രത്തോളം ഹൈന്ദവർക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാലും ഈ മ്ലേച്ഛന്മാർ വലം വെച്ചുകൊണ്ട് മുത്തുന്ന ആ മുത്ത് സ്ഥിതി ചെയ്യുന്ന നാടുണ്ടല്ലോ സൗദി അറേബ്യ, ആ മുത്തിന്റെ നാട്, ആ സൗദി അറേബ്യ ഭഗവത്ഗീതയെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ കുട്ടികൾക്ക് പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തിയ ആ ഭഗവത്ഗീതയാണ് ഈ ഡാഷിന്റെ ഒരു വാക്ക് ഞാൻ കൂട്ടുകയാണ്, നായിന്റെ മോൻ എന്ന അക്ഷരം തെറ്റാതെ വിളിക്കുന്ന ഈ നാറി, അതിനെ കൃഷ്ണൻ പച്ചത്തെറി വിളിച്ചതാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞത്. ഇനി ഇതിനെതിരെ ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വരിക തന്നെ വേണം. കാരണം ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. അതായത് ഇവിടെ ഒരു ഹൈന്ദവനോ ക്രൈസ്തവനോ എന്തെങ്കിലും ഇവിടെ പച്ചയ്ക്ക് യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അവർക്കെതിരെ വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്യുക, അതല്ലെങ്കിൽ വർഗീയ പരാമർശം നടത്തുക എന്നുള്ളതിന്റെയൊക്കെ പേരിൽ 153A പ്രകാരം, ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം സ്വമേധയാ കേസെടുക്കുന്ന പോലീസ് ഇതും കാണില്ല. പിന്നെയോ അവലും മലരും കുന്തിരിക്കോ കരുതി വെച്ചോ, ഞങ്ങളിതാ വരുന്നു, നിന്റെയൊക്കെ കാലന്മാർ, നിന്നെയൊക്കെ കൊന്നൊടുക്കാൻ ഞങ്ങളിതാ വരുന്നെന്ന് പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർ വിളിച്ചാലും അതും കാണില്ല. അതാണ് ഇവിടെ യാഥാർത്ഥ്യം. അതുകൊണ്ട് പോലീസ് സ്വമേധയാ കേസെടുക്കില്ല എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് ഈ നാട്ടിലെ ഹിന്ദു സംഘടനകൾ ശക്തമായി രംഗത്ത് വന്ന് ഈ ഡാഷിന്റെ മോനുണ്ടല്ലോ, ഈ ഡാഷിന്റെ നാറിയ ഈ മോനുണ്ടല്ലോ, ഇവനെതിരെ കേസ് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഇവന് കൃത്യമായിട്ട് നമ്മുടെ ഉദിത് ചൈതൻജി, നമുക്കറിയാം ഉദിത് ചൈതൻജി കൃത്യമായിട്ട് ഇവന് മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി കൂടി കേട്ടിട്ട്, ഉദിത് ചൈതൻജി അറിയാത്തവർക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. അദ്ദേഹം കൊടുത്തിന് മറുപടി ഉണ്ട്, ആ മറുപടി കേൾക്കേണ്ടത് തന്നെയാണ്. അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. പേരാണ് ഭഗവത്ഗീത. എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം. ഒരു പ്രധാന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ ഫാദർ മഹാഭാരതത്തെയും അതിലെ കഥാപാത്രങ്ങളെയും വളരെ അവഹേളിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് ഒരു വീഡിയോ അദ്ദേഹം ചെയ്യണ്ടായി. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഭഗവത്ഗീത ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ വിളിച്ച പച്ചത്തെറി എന്നാണ്. വളരെ നിന്ദ്യമായ, ഹീനമായ ഈ ഒരു കാര്യത്തെ നാം ശക്തമായി അപലപിക്കണം. കാരണം ഭാരത സംസ്കൃതിയെ പ്രചോദിപ്പിച്ച അത്യുത്തമ കൃതിയായ ഭഗവത്ഗീതയും മഹാഭാരതത്തെയും അവഹേളിക്ക വഴി അദ്ദേഹം വേദവ്യാസ മഹർഷി എന്ന മഹാഗുരുവിനെയാണ് അദ്ദേഹം നിന്ദിച്ചിരിക്കുന്നത്. അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഭാരതത്തിലെ ആരാധ്യനായ ആരാധനാമൂർത്തിയെ അദ്ദേഹം പരസ്യമായി നിന്ദിച്ചിരിക്കുകയാണ്. ഭഗവത്ഗീതയെ മാറോട് ചേർത്ത് സ്വന്തം പെറ്റ അമ്മയ്ക്ക് തുല്യമായി കൊണ്ടു നടന്ന് സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം എടുത്ത മഹാത്മാഗാന്ധിയെ പോലുള്ള മഹാന്മാരെയാണ് അദ്ദേഹം അവഹേളിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം ഭഗവത്ഗീതയായിരുന്നു. ഇതെല്ലാം ഇത്തരം സംസ്കാര ശൂന്യമായി ക്രിസ്ത്യൻ ഫാദറുടെ ഉള്ളിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണ് ഇതിന് ഇത്ര പരിഹാസ രൂപത്തിൽ അവതരിപ്പിച്ചത് എനിക്ക് അറിയില്ല. എത്ര നിന്ദ്യമായ ഒരു പ്രവൃത്തി അദ്ദേഹം എങ്ങനെ ചെയ്തു എന്നുള്ളത്. കാരണം ഹൈന്ദവ സമൂഹത്തെ വേദനിപ്പിക്കുന്ന, ഭാരത സംസ്കൃതിയെ അവഹേളിക്കുന്ന വളരെ സംസ്കാരശൂന്യമായ പ്രവൃത്തി. ഇത്തരത്തിൽ കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ ആ പ്രതികരണം ഉണ്ടല്ലോ, അത് പൂർണ്ണമായിട്ടും നമ്മളിവിടെ കേൾക്കേണ്ടത് തന്നെയാണ്. ഒരു കോള് വന്നത് കൊണ്ടാണ്, ക്ഷമിക്കണം. ശക്തമായി അപലപിക്കുന്നു. അദ്ദേഹം ഈ ഒരു നിന്ദ്യമായ പ്രവൃത്തി ചെയ്യുക കാരണം ആരൊക്കെയാണ് അദ്ദേഹം അവഹേളിച്ചിരിക്കുന്നത്? ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം രചിച്ച ശങ്കരാചാര്യ സ്വാമികൾ, ഭഗവത്ഗീതയെ എടുത്തുകൊണ്ട് ലോകത്തിന് പ്രചോദനം കൊടുത്ത സ്വാമി വിവേകാനന്ദൻ, ഭഗവത്ഗീത കൊണ്ട് ലോകത്തെ തന്നെ പുതിയൊരു ദിശയിലേക്ക് തിരിച്ചുവിട്ട സ്വാമി ചിന്മയാനന്ദജി, നാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, അനേകം ആചാര്യ പരമ്പരകളുടെ ശാപമാണ് ഈ മനുഷ്യൻ പിടിച്ചുപറ്റുന്നത്. അത്ര നിന്ദ്യമായ പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്. അതേപോലെ തന്നെ എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത്, നിങ്ങൾ ജീസസ് ലീവ്ഡ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം 2 വട്ടം വായിക്കണം. 12 വർഷം
ഭാരതത്തിൽ കാശിയിലും ഹരിദ്വാർ ഋഷികേശിലും താമസിച്ച് അരുന്ധതി ഗുഹയിൽ തപസ് ചെയ്ത് ഭാരതത്തിലെ ഗീതയും യോഗയും പഠിച്ചുകൊണ്ടാണ് ജീസസ് ക്രിസ്റ്റ് എന്ന മഹാൻ ലോകത്തിന് അദ്ദേഹം പ്രബോധനങ്ങൾ നടത്തിയിട്ടുള്ളത്. ആ ക്രിസ്തുവിനെയാണ് നിങ്ങൾ അവഹേളിച്ചിരിക്കുന്നത്. സ്വന്തം മതത്തിന്റെ ആചാര്യൻ, അദ്ദേഹം ഭാരത സംസ്കൃതി ഉൾക്കൊണ്ട മഹാത്മാവായിരുന്നു എന്നത് മറക്കരുത്. ഇനി നിങ്ങളുടെ പൂർവികരാരായിരുന്നു? 4 തലമുറയ്ക്ക് മുമ്പ് നിങ്ങളുടെ പൂർവികര് ഗീതയും വേദവ്യാസ മഹർഷി രചിച്ച ഭാഗവതവും കൊണ്ടു നടന്നവരായിരുന്നു. പിന്നീടല്ലേ ഇത് നോക്കൂ, ഇദ്ദേഹം കൃത്യമായിട്ടും ഇതിൽ ഓരോന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ പറയുന്നുണ്ട്. ഈ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്ന ഈ ഭാഗങ്ങളിൽ ഇത്ര കൃത്യമായിട്ട് ജീസസ് ഇവിടെ ഈ നമ്മുടെ മഹാഭാരതത്തിൽ വന്നതൊക്കെ പറയുന്നുണ്ട്. ക്രിസ്തു മതത്തിലേക്ക് ഇവിടുത്തെ ആളുകൾ പോയിട്ടുള്ളത്. നിങ്ങളുടെ പൂർവികരല്ലേ നിങ്ങൾ അവഹേളിച്ചിരിക്കുന്നത്? നിന്ദ്യമല്ലേ പ്രവൃത്തി? അതുകൊണ്ട് എനിക്ക് ഹൈന്ദവ സംഘടനകളോട് പറയാനുള്ളത്, ഇത്തരം നിന്ദ്യമായ ഹൈന്ദവ സമൂഹത്തെ അപമാനിക്കുന്ന, വേദനിപ്പിക്കുന്ന ഹൈന്ദവ ആചാര്യന്മാരെ, അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണനെയൊക്കെ ഇത്രമാത്രം പരിഹാസ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ക്രിസ്ത്യൻ ഫാദറുടെ പ്രവൃത്തിക്കെതിരെ നിയമ നടപടികൾ എടുക്കേണ്ടത് മതനിന്ദയാണ്, തെറ്റാണ്, അത് സംസ്കാരശൂന്യമായ പ്രവൃത്തിയാണ്. അതുപോലെ എനിക്ക് ക്രിസ്ത്യൻ സഭകളോട് പറയാനുള്ളത്, ഈ ക്രിസ്ത്യൻ ഫാദർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം. കാരണം ഭാരതത്തിന്റെ പൈതൃകത്തെ, ഭാരതത്തിന്റെ സംസ്കൃതിയെ, ഭാരതത്തിന്റെ അവതാരമൂർത്തിയെ, ഭാരതത്തിന്റെ ആചാര്യ പരമ്പരകളെ, ഭാരതത്തിന്റെ ആത്മീയ ശാസ്ത്രമായ ഭഗവത്ഗീതയെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ച്, അവഹേളിച്ച്, പരിഹസിച്ച് അതിനെ നിന്ദിക്ക കാരണം ഹൈന്ദവ സമൂഹത്തെ മുഴുവൻ അദ്ദേഹം വേദനിപ്പിച്ചിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാവണം. അതുകൊണ്ട് ഇത്തരം ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, സ്വന്തം പൈതൃകത്തെ കളിയാക്കുന്നത് മാതൃത്വത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ പൂർവികരായ പിതൃക്കളെ, മാതൃത്വത്തെയും നിങ്ങൾ മറക്കരുത്. കാരണം ആ സംസ്കൃതിയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നിങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നത്. നിങ്ങളുടെ DNA-യിൽ ഭാരതത്തിന്റെ സംസ്കൃതിയാണെന്ന് ഒരിക്കലും മറക്കരുത് നിങ്ങൾ. അതുകൊണ്ട് വളരെ ശക്തമായി അപലപിക്കുന്നു, ഇതിനെതിരെ നടപടിയെടുക്കണം. ഹൈന്ദവ സമൂഹത്തെ വേദനിപ്പിക്കുന്ന ഇത്തരം കർമ്മങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പരിഹാസ്യരാവും, നിന്ദിതരാവും എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട്, ഭഗവത്ഗീത പോലുള്ള കൃതി ലോകത്തിനെന്നും പ്രചോദനമാവട്ടെ. അതിന്റെ വളർച്ചയിൽ നിങ്ങൾക്ക് അസൂയയുണ്ട്, അത് ഇന്ന് കൂടുതൽ ലോകത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പരിഹസിക്കുകയല്ലാതെ നിങ്ങൾക്ക് വേറെ മാർഗമില്ല. ഗീതയും യോഗയും നാളെ ലോകത്തിന്റെ വെളിച്ചമാണ്. അത് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അത് നന്നായി പഠിച്ചാൽ നിങ്ങളിലും ഒരു പരിവർത്തനം ഉണ്ടാവും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഈ കാര്യത്തിൽ ശക്തമായ നടപടി, ഭഗവത്ഗീതയെ വളരെ പച്ചത്തെറി എന്നൊക്കെ പറഞ്ഞ് അവഹേളിച്ച ഈ ക്രിസ്ത്യൻ ഫാദർക്കെതിരെ ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഇതിനെതിരെ നോക്കൂ, ഇതിൽ പരം കൂടുതൽ പറയേണ്ടതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ ഭാഗവും ടച്ച് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇനിയും എടുത്ത ഹിന്ദു സംഘടനകൾ ഇതൊരു കാര്യമായി എടുക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ എന്താണ് ഇനിയും ഇവരോട് പറയേണ്ടതെന്ന് സത്യത്തിൽ എനിക്കറിയില്ല കേട്ടോ. കാരണം നമ്മൾക്കറിയാം, TJ ജോസഫ് എന്ന് പറയുന്ന ന്യൂമാൻസ് കോളേജിൽ അധ്യാപകനായിരുന്ന ജോസഫ് സാർ, അദ്ദേഹത്തിന്റെ കയ്യും കാലും വെട്ടിയത് എന്തിനായിരുന്നു എന്ന് നമുക്കറിയാം. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം അദ്ദേഹം തയ്യാറാക്കിയ ഒരു ചോദ്യ പേപ്പറിൽ കടന്നു വന്നു. അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കയ്യും കാലും വെട്ടിയ ഈ ഒരു ഇസ്ലാമിക ഭീകരവർഗമുണ്ടല്ലോ, അവന്റെയൊക്കെ അച്ചാരം വാങ്ങിക്കൊണ്ട് സഖാക്കന്മാരുടെ പട്ടത്തിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട്, അതല്ലെങ്കിൽ ലോഹയുടെ ഉള്ളിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് തന്റെ പൈതൃകത്തെ, തന്റെ മാതാവിനെയും പിതാവിനെയും വരെ കൂട്ടിക്കൊടുക്കുന്ന രീതിയിൽ ഈ ഡാഷ് മോൻ, അവന്റെ പേര് എനിക്കറിയില്ല, ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനോട് കൃത്യമായിട്ട് ശക്തമായ ഭാഷയിൽ തന്നെ ഉദിച്ചേതൻജി പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളൂ. ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ ഇനിയും ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ഇതിനേക്കാൾ അധികം ഇനിയും ഒരുപാട് പ്രതികരണങ്ങൾ നമ്മുടെ ഹൈന്ദവ സമൂഹത്തിനെതിരെ, ഹൈന്ദവ ദേവദേവീ സങ്കല്പങ്ങൾക്കെതിരെ ഈ കേരളത്തിൽ നിന്നും ഇസ്ലാമിക ജിഹാദികളും ഇവിടത്തെ ഈ പറയുന്ന സഖാക്കന്മാരായുള്ള നരഭോജികളും പങ്കിട്ടെടുത്ത ഈ കേരളത്തിൽ നിന്ന് ഇനിയും ഉയർന്നു വരുന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ശക്തമായ നിയമ നടപടികൾ ഈ നാറിയുടെ മോനെ കിട്ടേണ്ടതുണ്ട് എന്ന് പച്ചയ്ക്ക് പറയാതിരിക്കാനാവില്ല. ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറയാൻ എനിക്ക് നാണക്കേട് തന്നെയാണെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം അതിൽ നിങ്ങൾ അശ്ലീലം വിളിക്കുന്ന എന്തിനാണെന്നൊക്കെ ചോദിച്ചെന്ന് വരാം. എന്റെ സംസ്കാരത്തെയും എന്റെ സംസ്കാരത്തിന്റെ ദേവദേവീ സങ്കല്പങ്ങളെയും എന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പറയുന്ന ഏതൊരു നാറിയാണെങ്കിലും അവന് എന്റെ കയ്യിൽ
ഭാവിയിൽ ഈ ഭാഷ തന്നെയുള്ളൂ. അതിന് എന്നെ ഇങ്ങോട്ട് ഗുണദോഷിക്കാൻ വരുന്ന അവനെയും എനിക്ക് ഇതേ ഭാഷയിൽ തന്നെ പറയേണ്ടി വരുമെന്ന് പച്ചയ്ക്ക് പറയാതിരിക്കാനാവില്ല. ഇനിയെങ്കിലും ഹിന്ദു സംഘടനകൾ കണ്ണു തുറന്നുകൊണ്ട്, കാരണം ഇതിനു മുൻപും പല പ്രശ്നങ്ങളും വന്ന സമയത്ത് ഞാൻ പല ഹിന്ദു സംഘടനകളെയും വിളിച്ച് പല പ്രശ്നങ്ങളും സൂചിപ്പിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഓ അവരത് പറഞ്ഞോട്ടെ, അത് പറഞ്ഞങ്ങോട്ട് പോയിക്കോട്ടെ, നമുക്കെന്താ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഇവിടുത്തെ ഹിന്ദു സംഘടനയുടെ നേതാക്കന്മാർ വെറും പേപ്പറിലെ നേതാക്കന്മാരല്ല, അതല്ലെങ്കിൽ വെറും റബ്ബർ സ്റ്റാമ്പ് ഹിന്ദു നേതാക്കന്മാരല്ല എന്നുള്ളത് ഇനിയെങ്കിലും ഈ നാട്ടിലെ ഹിന്ദു സംഘടന, ഈ ഹിന്ദു ജനങ്ങളെ, ഹിന്ദു സമൂഹത്തെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കൂടിയും ഓരോ ഹിന്ദു സംഘടന നേതാക്കന്മാർക്കുമുണ്ട്. അല്ലാതെ അണികൾ ഉണ്ടെങ്കിലേ നേതാവുള്ളൂ എന്ന് നിങ്ങൾ ആദ്യം മിനിമം ചിന്തിക്കുക. അല്ലാണ്ട് നിങ്ങൾക്ക് ഓരോ പൊസിഷൻ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ്, സെക്രട്ടറി, ഇങ്ങനെ ഒരുപാട് പൊസിഷൻ നിങ്ങൾക്ക് തരുന്നു. പിന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, ഇങ്ങനെ കുറെ താഴോട്ടും മേലോട്ടുമായുള്ള കുറെ സ്ഥാനങ്ങൾ. ഇതുകൊണ്ടൊന്നും നിങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുന്നില്ല. ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ, ഹിന്ദു സമുദായത്തിന്റെ ദേവദേവീ സങ്കല്പ പോലും ഇത്തരത്തിൽ അപഹസിക്കുന്നവർക്കെതിരെ പോലും ചെറുവിരലെ അനക്കാൻ പറ്റാത്ത നിങ്ങളെ എങ്ങനെയാണ് നേതാക്കന്മാർ എന്ന് ഇവിടുത്തെ അണികൾ വിശ്വസിക്കുക? നിങ്ങളുടെ ഓരോ പ്രഖ്യാപനങ്ങളും നിങ്ങളുടെ ആഹ്വാനങ്ങളും നിങ്ങളിൽ എത്ര വിശ്വാസമാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം പരിശോധിക്കുക. ഇവിടെ ഹിന്ദുവിനെതിരെ എന്ത് നടന്നു കഴിഞ്ഞാലും അതിനെ ലാഘവ ബുദ്ധിയോടെ കണ്ടുകൊണ്ട് കണ്ണടച്ച് പിച്ചക്കാശിന് പിറകെ നക്കാൻ പോകുന്ന പല നേതാക്കന്മാരുമുണ്ട്. ആ നേതാക്കന്മാർ കണ്ണു തുറക്കട്ടെ എന്ന് ഉദിത് ചൈതന്യജി പറഞ്ഞ പോലെ തന്നെ നമ്മൾക്കും പറയാനുള്ളൂ എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. എന്തായാലും ഈ പറയുന്ന ഈ നാറി മോന് കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടതുണ്ട്. അത് ഈ വീഡിയോയിലൂടെ മാത്രമല്ല, നിയമത്തിന്റെ വശങ്ങളിലൂടെ കൃത്യമായിട്ടും അവനെതിരെ നീങ്ങേണ്ടതുണ്ട്. കാരണം നമ്മളുടെ സംസ്കാരം, നമ്മളുടെ ആ ശാന്തത, നമ്മുടെ സഹിഷ്ണുത എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമിക ഭീകരന്മാർ പോയി കയ്യും കാലും വെട്ടുന്ന ഏർപ്പാടൊന്നും നമ്മൾക്കില്ലാത്തത് കൊണ്ട് ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥകളെ ആശ്രയിച്ചുകൊണ്ട് തന്നെ ഈ ആഭാസന് ഈ തന്തയും തള്ളയും ഉണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാലും കുറ്റപ്പെടുത്താനാവാത്ത രീതിയിലുള്ള പിറവിയെടുത്ത, അതല്ലെങ്കിൽ ഇവനെതിരെ പല കമന്റുകളിലും കണ്ട ഒരു കമന്റ് ഞാൻ കണ്ടു, ഒരു ശുനകന്റെ ശുക്ലം നിലത്ത് കിടക്കുന്നത് കണ്ട് അത് വാരിപ്പൊത്തി ഉണ്ടായവൻ എന്ന രീതിയിൽ ഒരു കമന്റ് ഒക്കെ ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞതല്ല, ആ കമന്റിൽ പോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ മ്ലേച്ഛനോട് ഇതേ ഭാഷയിൽ തന്നെ പ്രതികരിക്കേണ്ടതുണ്ട്. നിയമ നടപടികൾ ഹിന്ദു സംഘടനകൾ എടുക്കുമെന്ന പ്രതീക്ഷയോടെ തന്നെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.